നമ്മളൊരു ഏതാണ്ടൊരു 2 ദശാബ്ദത്തിലധികമായിട്ട് ഈ പറയുന്ന തീവ്ര ദേശീയതയോ അല്ലെങ്കിൽ തീവ്ര വലത് നയങ്ങളോ അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വ അജണ്ടയോ തീവ്ര വർഗീയ അജണ്ടയോ ഒക്കെ പുലർത്തുന്ന പാർട്ടികളോട് എതിരിടാനായിട്ടുള്ള സഖ്യങ്ങളെക്കുറിച്ച് ആലോചനകൾ നടത്താറുണ്ട്. ഒരുപാട് തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഒരുപക്ഷെ കുറെ കൂടെ ഭേദപ്പെട്ട ഒരു സഖ്യം ഇതിനെതിരെ രൂപപ്പെട്ടു വരുന്നത് നമ്മൾ കണ്ടത്. മുൻകാലത്തൊക്കെ ഒരുപക്ഷെ ഇലക്ഷന് ശേഷം സഖ്യങ്ങൾ ഉണ്ടാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴാണ് അത് വന്നത്. ഫ്രാൻസിൽ പക്ഷേ ഇപ്പോൾ ഈ ലിപ്പൻ്റെ മകൾ മരിൻ ലിപ്പൻ അവരുടെ നേതൃത്വത്തിലുള്ള ഈ നാഷണൽ റാലി പാർട്ടി വലിയ വെല്ലുവിളി ഉയർത്താൻ തുടങ്ങിയപ്പോൾ തന്നെ എന്താ പറയുക, യൂറോപ്യൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർ മുന്നേറി, നാഷണൽ അസംബ്ലിയിൽ അവർ മുന്നേറിയേക്കാം എന്ന് ഫസ്റ്റ് റൗണ്ടിൽ റിസൾട്ട് വന്നപ്പോൾ തന്നെ ഈ അറേഞ്ച്മെൻറ്റിലേക്ക് അവിടുത്തെ പാർട്ടികൾ വളരെ പെട്ടെന്ന് നീങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ നോക്കുമ്പോൾ ഈ ന്യൂ പോപ്പുലർ ഫ്രണ്ടിൻ്റെ, അതായത് ഈ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഗ്രീൻ പാർട്ടിയും ഒക്കെ ചേരുന്ന ഈ ന്യൂ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വിജയിക്കാൻ സാധ്യതയില്ലാത്ത 100-ലേറെ സ്ഥാനാർത്ഥികൾ വിഡ്രോ ചെയ്യുന്നു. അവർ എൻസെമ്പിൾ എന്ന് പറയുന്ന മാക്രോണിൻ്റെ സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അപ്പുറത്ത് മാക്രോണിൻ്റെ സഖ്യത്തിൽ വിജയിക്കാൻ സാധ്യതയില്ലാത്ത 100-ലേറെ സ്ഥാനാർത്ഥികൾ പിന്മാറുന്നു. അവർ ന്യൂ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ. അപ്പോൾ വെച്ചാൽ ഈ അപകടത്തെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ അത് ഇപ്പോൾ തടയേണ്ടതാണ് എന്ന് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തും. അതിനനുസരിച്ച് വളരെ ഫാസ്റ്റായിട്ട് തീരുമാനങ്ങൾ എടുക്കും. അങ്ങനെ മുമ്പോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിലെ പാർട്ടികളൊക്കെ കണ്ടുപിടിക്കേണ്ട ഒരു രീതിയായിരിക്കും. തീർച്ചയായിട്ടും അതെ. അല്ല, ഫ്രാൻസിനത് കഴിയുന്നത് എന്താ വെച്ചാൽ അവർക്ക് ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു ലെഗസി ഉണ്ട് അവർക്ക്. അപ്പം ആ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പാരമ്പര്യം ഇപ്പോഴും ശക്തമായി അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ്. അതേസമയം ഇറ്റലിക്ക് അതില്ല. ഇറ്റലിക്ക് ഫാസിസത്തിൻ്റെ അനുഭവമുണ്ട്, തീവ്രദേശീയതയുടെ അനുഭവം അവർക്കുണ്ട്. പക്ഷെ ഫ്രാൻസ് ഒരു കാലത്തും അത്തരത്തിൽ ഒരു രാഷ്ട്രീയ ഘടന അവിടെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങൾക്ക് ഇപ്പോഴും അവിടെ തൃണമൂല തലത്തിൽ സ്വാധീനമുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. അപ്പോൾ പ്രായോഗികമായി ഒരു ത്രെട്ട് വരുമ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ അനുസരിച്ചാണ് നമ്മളെ ചരിത്രം വിലയിരുത്തുക. അപ്പോൾ അവിടെ തീവ്രദേശീയത അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷം ആ രാജ്യത്തിൻ്റെ നിലവിലുള്ള രാഷ്ട്രീയ സംസ്കൃതിയെ, വളരെ ലിബറലായിട്ടുള്ള രാഷ്ട്രീയ സംസ്കൃതിയാണ് ഫ്രാൻസിനുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും ലിബറലായ ചിന്തിക്കുന്ന മനുഷ്യരുള്ള സ്ഥലം പാരീസൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. പാരീസ് ഒരു സങ്കല്പ ലോകമാണ്. അപ്പം വ്യക്തി സ്വാതന്ത്ര്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യം, മാനവികത, മനുഷ്യരെ സംബന്ധിച്ച് തുല്യതാ സങ്കല്പമുള്ള രാജ്യം. അപ്പം ഒരുപക്ഷെ സോവിയറ്റ് യൂണിയൻ ഉള്ളതിനേക്കാൾ അധികം ഈ വ്യക്തി സ്വാതന്ത്ര്യങ്ങളും സമത്വ സങ്കല്പവും ഒക്കെ ഉള്ളത് ഈ ഫ്രാൻസിലാണ്. ആ പുരോഗമനപരമായ ചിന്ത. പക്ഷേ മുതലാളിത്ത വ്യവസ്ഥയായതുകൊണ്ട് ഈ സാമ്പത്തിക അസമത്വത്തിൻ്റെതായ വലിയ പ്രശ്നങ്ങൾ ആ രാജ്യം അഭിമുഖീകരിക്കുന്നുണ്ട് എന്നതൊഴിച്ചാൽ ബാക്കി കാര്യങ്ങളിലൊക്കെ വളരെ വിശാലമായ പുരോഗമനപരമായ വാദം അവർ മുന്നോട്ട് വയ്ക്കുന്നതാണ്. ഇപ്പോൾ അവിടെ ഇപ്പോൾ ജാൻ ലൂക്ക മെലങ്കിൻ, അദ്ദേഹം ഒരു ഫയർ ബ്രാൻഡ് ലീഡറാണ്. അദ്ദേഹത്തെ ബ്രാൻഡ് ചെയ്തിട്ടുള്ളത് ഫാർ ലെഫ്റ്റ് എന്നാണ്, ഫാർ ലെഫ്റ്റ് അത്രയും. അപ്പോൾ അദ്ദേഹം ഇക്കോ സോഷ്യലിസവും അതുപോലെ മാർക്സിയൻ സോഷ്യലിസവും ഗ്രീൻ പൊളിറ്റിക്സും ഒക്കെ ചേർത്ത ഒരാശയ പരിസരമാണ് മുന്നോട്ട് നിൽക്കുന്നത്. അപ്പം 21-ാം നൂറ്റാണ്ടിലെ സോഷ്യലിസം പൊതുവെ ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ജെറമി കോർബിൻ മുന്നോട്ട് വെച്ചത് ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ്. അതുപോലെ ബേർണി സാൻഡേഴ്സിന്റെ ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ്. ലാറ്റിൻ അമേരിക്കയിൽ ഉള്ള ഈ പിങ്ക് വസന്തം എന്ന് സൂചിപ്പിക്കുന്ന ഇടതുപക്ഷക്കാർ തുടർച്ചയായി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന പ്രക്രിയയും ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ്. എന്നുവെച്ചാൽ തെരഞ്ഞെടുപ്പിലൂടെ പുരോഗമന സ്വഭാവമുള്ള സോഷ്യലിസ്റ്റ് ആശയമുള്ള പാർട്ടികൾ അധികാരത്തിൽ വരുന്ന പ്രക്രിയയാണ്. അപ്പോൾ ഫ്രാൻസിലെ ഈ ഡെമോക്രാറ്റിക് സോഷ്യലിസത്തിൻ്റെ ഒരു സർജ് ഉണ്ടായി, ഒരു മുന്നേറ്റം ഉണ്ടായി. പ്രകൃതിയെ സംരക്ഷിക്കുക, വൻകിട കോർപ്പറേറ്റുകളെ കൂടുതൽ ടാക്സ് ചെയ്യുക, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ഈ കുടിയേറ്റ വിഭാഗക്കാരോടും ബ്ലൂ കോളർ ജോലിക്കാരോടും അനുഭാവപൂർണമായ നയങ്ങൾ സ്വീകരിക്കുക. ഒരുപക്ഷെ ഇന്ത്യൻ കോൺഗ്രസിൽ പറയുകയാണെങ്കിൽ മാനവിക മുഖമുള്ള ഗ്ലോബലൈസേഷൻ എന്ന UPA 1 കാലത്ത് നമ്മൾ പറയുകയുണ്ടായി. ഗ്ലോബലൈസേഷൻ വിത്ത് എ ഹ്യൂമൻ ഫേസ് എന്നുള്ളതായിരുന്നു അന്നത്തെ CMPയുടെ സ്ലോഗൻ. കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കിയിട്ട് 1ാം UPA ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ മാനവിക മുഖമുള്ള ഗ്ലോബലൈസേഷനാണ് നടപ്പാക്കിയത്. ഇങ്ങനെ മാനവിക മുഖമുള്ള സോഷ്യലിസം ഉറക്കെ പ്രഖ്യാപിക്കുന്നവരാണ് അപ്പം അവരുടെ ആശയങ്ങൾക്ക് വലിയ അംഗീകാരം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഒരുപക്ഷെ ഒരു ഇൻ്ററീം അറേഞ്ച്മെൻ്റ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു കോalition ഗവൺമെൻറ് ഉണ്ടാവുകയാണെങ്കിൽ ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ആവാൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്നത് മെലങ്കനാണ്.
അപ്പം ഒരു ഫാർ റൈറ്റ് ഒരു ഫാർ ലെഫ്റ്റ് പൊസിഷൻ സ്വീകരിക്കുന്ന ഒരാൾ ഫ്രാൻസിൽ പ്രധാനമന്ത്രിയായി വരുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വിപ്ലവകരമെന്ന് പറയേണ്ടി വരും. കാരണം മൊത്തത്തിലൊരു വലതുപക്ഷ തരംഗം ശക്തമായി നിൽക്കുന്ന സമയത്ത് ഒരു ഫാർ ലെഫ്റ്റ് പൊസിഷൻ എടുക്കുന്ന ഒരാൾ, ഒരു ലിബറൽ ലെഫ്റ്റ് അല്ല, ഫാർ ലെഫ്റ്റ് പൊസിഷൻ എടുക്കുന്ന ഒരാൾ ഫ്രാൻസിൽ പ്രധാനമന്ത്രി ആയേക്കാം.